നന്ദേ നിനക്കൊരു ഓർഡർ ഉണ്ട്. അത് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ആവോ എനിക്കറിയാൻ പാടില്ലെന്നാ. കൊള്ളാടാ കൊള്ളാം. 30 രൂപയുടെ സാമ്പാർ ഇട്ട് വാങ്ങിക്കാൻ പറഞ്ഞപ്പ നിന്റെ പൈസ ഇല്ല. പെണ്ണാരെന്നൊന്നും ഞാൻ ചോദിക്കല്ല, പക്ഷെ ഒരു വാക്ക് നിനക്ക് എന്റെ അടുത്ത് പറയാറ്. പുണ്യസിംഗാപ്പി എന്റെ ഒന്നുമില്ല, ഇതെങ്ങനെ മാറിയോടാ? നീ കടന്നൂരില്ലല്ലേ നീ നിന്റെ അല്ലെങ്കിൽ പിന്നെ ആരത് നന്ദു. ഞാനിതിപ്പോ എന്നാ ചെയ്യേണ്ടത്? എന്നെ ഏട്ടാ ഏതെവിടെ എവിടെയെങ്കിലും വെക്ക്, ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. എന്നാ നീ എന്നെ എനിക്ക് സഹായിക്കാന്ന് വെച്ചപ്പാ. ഞാൻ പറഞ്ഞില്ല എന്റെ ഓർഡറിലൊന്നും. ചേച്ചിയുടെ ഒരു ഓർഡർ മാറി അപ്പുറം കൊണ്ടുവന്ന് തന്നായിരുന്നു. പുതിയ താമസക്കാരാണല്ലേ? അശോ അതെ, അഡ്രസ് മാറിപ്പോയതാവും. ഞങ്ങൾ ഇവിടുത്തെ പുതിയ താമസക്കാരാ. പേരെന്താ? നന്ദു കൃഷ്ണ. ശോ, എന്റെ പേര് നന്ദന കൃഷ്ണ. ചുമ്മാതല്ല. ആ കാണുന്നില്ല ഞാൻ താമസം. അപ്പൊ നമുക്കിനി അങ്ങോട്ട് കാണാലോ. എന്നാ ശരി ചേച്ചി. സോറി, ഇത് തരാൻ മറന്നു. ശരി ചേച്ചി. എന്നാ നല്ലൊരു ചെക്കനാ. എന്നാ അതെന്നത് എന്നോട് പറയാണ്ട് ഒരു പോക്ക്. ഹായ്, പുതിയ താമസക്കാരാണല്ലേ? ഞങ്ങളിവിടെ ഉള്ളതാ. ഇയാളോടെ പോയി ജിങ്കാപ്പിയായി. നീ കഴിക്കണില്ലേ? ഞാനേ കുളിച്ചിട്ട് കഴിച്ചോളാം. പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈ പാത്രം എടുത്ത് കഴുകി വെക്കണം. പിന്നെ ഈ ചോറും കറിയും ഒന്ന് അടച്ചു വെച്ചേക്കണം കേട്ടോ. അതേ, ഞാൻ ഒന്ന് പുറത്തേക്ക് പോകണ്, വേഗം വരും. പിന്നെ വരുമ്പോഴേ 1 കിലോ പഞ്ചസാര വാങ്ങിട്ടാ. പഞ്ചാര അല്ലേ? മേടിക്കാം. 1 കിലോ പഞ്ചസാര, 1/2 കിലോ പഴം, ഒരു ബ്രെഡ്. ചൂടാണ് എന്തിനാ? അല്ല, ഒരു കിങ്സ് കൊടുത്തോ. എടാ, ഇന്നലെ 12 മണി കഴിഞ്ഞപ്പോ ജിൻസിയുടെ ഒരു മെസ്സേജ്. ജിൻസിയാ? അവളെന്തിനാ മെസ്സേജ് ചെയ്യണ? പണ്ട് നിന്നെ കണ്ടിട്ട് വേറെ തെളിപ്പം കിട്ടിപ്പോയതല്ലേ? എടാ, അന്നത്തെ അവളുടെ സാഹചര്യം. എന്നല്ലേ നീ അന്ന് പറഞ്ഞു? എടാ, അതന്നത്തെ എന്റെ സാഹചര്യം. ഞങ്ങൾ ഇന്നലെ ഒരു 2 മണി വരെയൊക്കെ ചാറ്റ് ചെയ്തു. എനിക്കെന്തോ പഴയതൊക്കെ ഓർമ്മ. എന്താണ് മോനെ ഒരു അവിഹിതം മണക്കുന്നുണ്ടല്ലോ? അവളെ ഭർത്താവ് പറഞ്ഞ വേറെ വിഷയോട്ടാ. അയാളൊരു മൊണ്ണ, താടി മീശ മാത്രം വെച്ച് ആണാവും. എനിക്ക് തോന്നണായി അവളയാളോട്ട് സാറ്റിസ്ഫൈഡ് അല്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, നോക്കി പിടിക്കാം. ഏതായാലും നമ്മുടെ ലൈനിലുണ്ടല്ലോ, നമുക്ക് നോക്കാം ഇതെവിടം വരെ പോകും. അവിഹിതത്തിലേക്കുള്ള പോക്കാണ്.